Today, we are going to discuss some programs which are commonly being asked in university examinations of computer programming and computational techniques. This is a list of the program which we are going to discuss today. So let's see one by one. This is a program for finding factorial of a number. So നമുക്കറിയാം ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ അതായത് 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into 2, right? So 2 factorial is equal to 1 into 2. And 5 factorial ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും 1 into 2 into 3 into 4 into 5, right? അതാണ് നമ്മളുടെ 5 factorial. ഇതാണ് നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്ന മെത്തേഡ്. സോ ഇവിടെ നമ്മൾ hash include IOStream and using namespace, you know, int main. So integer ആയിട്ട് I declare ചെയ്തിട്ടുണ്ട്. For loop ന്റെ വേരിയബിൾ ആണ് I. Fact എന്ന് പറഞ്ഞൊരു integer declare ചെയ്തിട്ടുണ്ട്. That is initialized as 1 and number. ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? So that number. Enter any number, same number. Get the number whose factorial is to be found. So for I is equal to 1, I less than or equal to number I plus plus. So നമുക്കറിയാം 5 factorial കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 1 into 2 into 3 into 4 into 5 ഈ നമ്പറിന്റെ ആ സെയിം വാല്യൂ വരെയാണ് നമ്മളിവിടെ ഇൻറ്റു ചെയ്ത് പോകുന്നത് അല്ലെ? ആൻഡ് ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ റേഞ്ച് ദാറ്റ് ഇസ് 1 into 2, 1 ആണ് ഡിഫറൻസ്. ആൻഡ് ദെൻ ദാറ്റ് റിസൾട്ട് into 3 and that result into 4 and that into 5. അതാണ് നമ്മുടെ പ്രൊസീജിയർ. സോ അതാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സോ ഫാക്ട് is equal to fact into I. So for starting the value of fact is 1. 1 to substitute him and the value of I is also 1. So you'll get 1, right? And then it will go to the loop and then I is incremented by 1. I 2 ആകും. 2 will be checked with the condition. Number നെക്കാട്ടിലും കുറവാണ്. Okay, fine. So it will come down and again that product which we got previously. So that is multiplied with 2. Okay. So അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ ഇപ്പോൾ 5 ഫാക്ടോറിയൽ 5 ആണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന നമ്പർ എങ്കിൽ ഈ 5 വരെ ഇത് repetitive ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകും. ആൻഡ് അറ്റ് ലാസ്റ്റ് വാട്ട് ഈസ് ദിസ് ഔട്ട്പുട്ട്? ഈ ഫാക്റ്റിൽ എന്താണോ വന്നിരിക്കുന്നത് ദാറ്റ് ഈസ് ടു ബി പ്രിന്റഡ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇതാണ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. Next is Fibonacci series. Fibonacci series is 0 is the first number, 1 is the second number, and the third number is 0 plus 1, that is 1, and the next number is 1 plus 1, that is 2, and then 2 plus 1, that is 3, 3 plus 2, that is 5, 5 plus 3, 8, അങ്ങനെ പോകും. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ തൊട്ട് മുമ്പുള്ള രണ്ട് വാല്യൂസിനെ ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് വാല്യൂ കിട്ടും. സോ അങ്ങനെയാണ് ഫിബൊനാച്ചി സീരീസ് കണ്ടുപിടിക്കുന്നത്. സോ എല്ലായ്പ്പോഴും ഫിബൊനാച്ചി സീരീസിന്റെ ഫസ്റ്റ് വാല്യൂ ഇസ് 0 ആൻഡ് സെക്കൻഡ് വാല്യൂ ഇസ് 1. സോ അതാണ് ഇവിടെ n1 is equal to 0 and n2 is equal to 1. മൂന്നാമത്തെ വാല്യൂവിന്റെ നെയിം ആണ് n3. ആൻഡ് ദെൻ I is there. I is the loop variable. അത് കൗണ്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ആണ്. സോ ഇവിടെ this is the first value, second value, third value. ഇത് എവിടം വരെ പോകണം അതാണ് നമ്മൾ n കൊണ്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. 8 അല്ല, എത്ര എണ്ണം, എത്ര കൗണ്ട്. that is this is 1, this is 2, 3, 4, 5, 6, 7. കണ്ടോ, ഇവിടെ 7 വരെയാണ് നമ്മൾ പോയിരിക്കുന്നത്. സോ ഇതാണ് നമ്മളുടെ n കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് വേണം, ലാസ്റ്റ് വാല്യൂ അല്ല. ആൻഡ് ദെൻ ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഇവിടെ C out N1.
and then space n2 space അടുത്ത വാല്യൂ അങ്ങനെ പോകും. സപ്പോസ് യു വാണ്ട് ഇറ്റ് വെർട്ടിക്കലി ഡൗൺ, താഴോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു \n കൊടുത്താൽ മതിയാവും. And then come to the for loop. For I is initialized as 2, I less than n plus plus I. That means I യുടെ വാല്യൂ ഓൾറെഡി നമ്മളുടെ ആദ്യത്തെ രണ്ട് വാല്യൂ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇവിടെ ആദ്യത്തെ കൗണ്ട് 0 എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, അറേ പോലെ. ഓക്കെ, അടുത്ത വാല്യൂ കൗണ്ട്. ഓക്കെ, അതായത് ഒരെണ്ണം കഴിഞ്ഞു. അടുത്ത നമ്മൾ എന്നിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ I യൂസ് ചെയ്തിരിക്കുന്നത്. സോ അടുത്തത് ഫസ്റ്റ് നമ്പർ ആൻഡ് ദെൻ ദ സെക്കൻഡ് നമ്പർ. ഓക്കെ, അങ്ങനെ പോകും. സോ അതാണ് ഇവിടെ I പറഞ്ഞിരിക്കുന്നത്. And then n3 is equal to n1 plus n2. That is, the third value is always equal to the sum of n1 and n2. And then print n3. So first നമ്മൾ 0 print ചെയ്യും and then 1 print ചെയ്യും. Okay, ഞാനിവിടെ \n കൊടുത്തു പോകുന്ന പോലെ കാണിക്കുന്നത്. 1 print ചെയ്യും and then 0 plus 1, that is n1 plus n2 is n3. 1 print ചെയ്തു. Okay, then again n1 is equal to n2. That means I will be incremented. I will be incremented and it should print up to n numbers, n values. അത്രയും വരെ പ്രിന്റ് ചെയ്യണം അല്ലേ? സോ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യത്തെ കേസിൽ ഇതായിരുന്നു നമ്മളുടെ n1 and this was our n2, and by adding n1 and n2 this is our n3, right? So അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ this is our n1 and this is our n2. Okay, and the new value will be n3. അടുത്തത് ചെയ്യുന്ന സമയത്ത് ഇത് വീണ്ടും n1 ആകുന്നു, ഇത് നമ്മളുടെ n2 ആകുന്നു. കണ്ടോ, വാല്യൂസ് ആർ ഗെറ്റിംഗ് ഓൺ ഇന്റർചേഞ്ചിങ് അല്ലെ? നമ്മൾ വാല്യൂസ് എന്താണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. n1ന്റെ വാല്യൂ n2ന്റെ വാല്യൂ മാറി മാറി പോവാണ്. സോ നമ്മൾ n2 എന്തായിരുന്നു, that is n2 എന്തായിരുന്നു, അത് അടുത്ത സ്റ്റെപ്പ് ആകുമ്പം n1 ആകും. n3 വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n2 ആകും. അതാണ് ഇവിടെ ഈ രണ്ട് സ്റ്റെപ്പ്. n1 is equal to n2. That is, the value of n2 is assigned to n1, value of n3 is assigned to n2. And then the step will be repeated and it will go on and display till n. I less than n. 0 ൽ തുടങ്ങിയോണ്ടാണ് I less than n എന്ന് പറഞ്ഞത്. അത്രയും പ്രാവശ്യം വരെ ഇത് റിപ്പീറ്റ് ചെയ്ത്. Okay, this is Fibonacci series. Next, multiplication table print ചെയ്യുന്നത്. So നമുക്കറിയാം multiplication table എടുക്കുമ്പോൾ suppose a number whose multiplication table you are going to display. So 2 is a number. 2 in the multiplication table. So 2 into 1 is equal to 2, right? And what is 2? 2 into 1. അങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത്. And then 2 into 2 is equal to 4 ആണെന്ന് നമുക്കറിയാം. 2 into 2, 2 2s are 4, right? So ഇവിടെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ്? 2 into 2, right? So 2 into 3, that is 2 into 3. And this is the counter. ഇതാണ് നമ്മളുടെ കൗണ്ട്. ഇത് എവിടം വരെ പോകണം? 2 into 10. നമ്മൾ ഈ ഒരു multiplication table up to 10 only I am going. So 2 into 10 is equal to 20 ആണെന്ന് നമുക്കറിയാം. And 20 means 2 into 10. Okay. So ഇങ്ങനെയാണ് ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഇനി നോക്കിയേ. So n number ഏതിന്റെ multiplication table ആണോ അത് n. Count is equal to 1 because we are starting 2 into 1, right? And then limit. Limit ആണ് നമ്മളുടെ ഈ 10 എന്ന് പറയുന്നത്. So ഇവിടെ നമ്മൾ നമ്പർ വാങ്ങി, ലിമിറ്റ് വാങ്ങി. And then do. See, you are printing the multiplication table. ഓരോ ലൈൻ ആയിട്ട് പ്രിന്റ് ചെയ്യാണ്. n into count. So ആദ്യം ഇത് 1 ആയിരിക്കും. Is equal to n into count. See this? അതാണ് ഞാൻ ഇവിടെ പറഞ്ഞു. n into count. Okay, 2 into 1, 2 into 2, 2 into 3, like that. So that's it. And then count should be increased up to the limit. It
it should go up to the limit. So അതാണ് ഇവിടെ less than or equal to limit കൊടുത്തിരിക്കുന്നത്. And then return 0. Clear ആയോ ഇത്? So ആദ്യം n എന്ന് പറഞ്ഞ multiplication table ഏത് നമ്പറിന്റെ ആണോ ആ വാല്യൂ വാങ്ങിക്കുന്നു, ലിമിറ്റ് നമ്മൾ വാങ്ങുന്നു, and then you are just printing, you are just doing it. Do while loop ആണ്. So do n into count is equal to n into count, and then count increase ചെയ്ത് പോവാണ്. 1 2 3 4, it is going like that, and count should go up to less than or equal to limit. That's it. So that's multiplication table using do while. This is multiplication table using for loop. So we n ആണ് number whose multiplication table you are going to display. Get the value of n, and then I is equal to 1, counter I is equal to 1, I goes up to 10, limit, and then plus plus I, n into I is equal to n into I. Okay, that's it. നമ്മൾ ഇവിടെ വേറൊരു രീതിയിൽ ചെയ്തിരിക്കുകയാണ്, ഫോർ ലൂപ്പ് ഇട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇവിടെ ഐനെ ഇവിടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡിക്ലെയർ ചെയ്തതിന് പകരം നമുക്ക് ഇവിടെ വേണമെങ്കിൽ കോമ ഇട്ടിട്ട് ഇവിടെ തന്നെ നമുക്ക് ഐനെ ഡിക്ലെയർ ചെയ്യാമായിരുന്നു. എന്നിട്ട് then you give this semicolon. Okay, so this way also you can declare I, or this way is also correct. So ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് വെച്ചിട്ട് ചെയ്യുന്നത്. Next is up to a range. ഒരു particular range വരെ. ഇത് നമ്മൾ മുമ്പേ ചെയ്ത വേറൊരു ടെക്നിക്കാണ്. ആ ഫോർ ലൂപ്പിൽ നമ്മൾ 10, just before we have given 10 as the range. ഇവിടെ നമ്മൾ റേഞ്ചും ചോദിക്കും. നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ, do while ചെയ്ത പോലെ റേഞ്ചും കൂടി ഇവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. And based on the range, it will go up to that particular limit and it will display. Okay. Next is sum of digits of a number. Here the example is 23. So this is a number. Sum is 2 plus 3. Okay. 2 plus 3 is 5. Suppose you are giving 123. So the answer will be 1 plus 2 plus 3. That is 6. So ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. Sum of digits of a number. So here n is a number. Sum is equal to 0. നമുക്കറിയാം സം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും തൊട്ട് മുമ്പുള്ളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവന്ന് ആഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ സം കണ്ടുപിടിക്കുന്നത്. ആൻഡ് എം എസ് വൺ ടെമ്പററി വേരിയബിൾ ഫോർ സ്റ്റോറിങ്, നമ്മളിവിടെ എടുത്തിരിക്കുന്ന വേരിയബിൾ ആണ് എം. എൻ്റർ ദ നമ്പർ n. So you gave here 23. Suppose I gave here n as 23. Okay. While n greater than 0, the given number should be greater than 0. So positive number now. Then, so 23 is a number. So the method is that ഇത് നമ്മളുടെ യൂണിറ്റ്സിന്റെ നമ്പർ ആണ്, 3 ഡിജിറ്റ് ആണ് 3. ഇത് നമ്മളുടെ ടെൻസിന്റെ ഡിജിറ്റ് ആണ്, നമുക്കറിയാം അല്ലേ. സോ നമ്മൾ ആദ്യം യൂണിറ്റ്സിനെ യൂണിറ്റിലുള്ള വാല്യൂവിനെ നമ്മളിങ്ങ് സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, യൂണിറ്റ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം നമ്മൾ എല്ലായ്പ്പോഴും. നമ്മൾ ടെൻസ് ഇങ്ങോട്ടല്ല, നമ്മൾ റൈറ്റ് സൈഡിൽ ഏറ്റവും റൈറ്റ് വാല്യൂ ഏതാണോ അതിനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ്, യൂണിറ്റ്സിൽ കിടക്കുന്ന വാല്യൂ. സോ ഹിയർ 23ൽ നിന്നും യൂണിറ്റിൽ കിടക്കുന്ന വാല്യൂവിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ n is a number, percentage 10. Percentage means it will extract the remainder. റിമൈൻഡറിനെയാണ് മാറ്റി തരുന്നത് അല്ലേ. സോ 23 percentage 10 means 3. So 3 is stored in m, right? Sum is equal to sum plus m. Sum initialize ചെയ്തിട്ടുണ്ട് 0 ആയിട്ട്. So 0 plus 3 and you will get 3, right? Now you don't need this 3. ഇനി ഈ 3 നമുക്ക് വേണ്ട, because 3 നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 2 മാത്രം മതി. 23ൽ നിന്നും you have to separate 2. So for that 23 by 10. ഇനി പുതിയ നമ്പർ n എന്ന് പറയുന്ന പുതിയ നമ്പർ 23 by 10. So it will take the quotient. It will give the quotient, right? So our quotient എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2i. Again it will go up. 2 is greater than 0, right? So come here, 2 percentage 10 is 2.
2 നെ separate ചെയ്തു. So here sum is 3. So 3 plus 2 and that is 5. Right? So 5 നമുക്ക് കിട്ടി. ഇനിയും again. So what was the previous n? It was 2. 2 നെ നമ്മൾ 10 കൊണ്ട് divide ചെയ്യുന്ന സമയത്ത് n will be 0. 2 by 10. അത് നമുക്ക് 0 point എന്ന് കിട്ടും. So you have to take the 0 and then again here. കണ്ടോ? So ഇവിടെ നമ്മളുടെ condition തെറ്റി. Right? So sum ന്റെ value എന്താണോ it will come out and print the value of sum. Okay? ഇതാണ് sum of digits of a number. So 123 ആണെങ്കിൽ first 3 separate ചെയ്യും. So 3 plus 0 is 3. Then the number 123 by 10. By 10 എടുക്കുമ്പോൾ 12 കിട്ടും. 12 percentage 10. Again 2. So നമ്മൾ previous sum 3 ആയിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ 2 നെ add ചെയ്തു. And then again 12 by 10. So you will get 1. 1 മേളിൽ പോയിട്ട് 1 condition check ചെയ്ത ശേഷം 1 percentage 10 വന്നു. So it will extract 1 and that will be added with the previous sum. എത്രയും കിട്ടി? അതായത് 1 is a number, right? So 1 by 10. So നമുക്ക് അവിടെ 0 ആണ് വരുന്നത്. Again it will go up. Condition wrong ആയിട്ട് വരുന്നു. So this will be printed. 3 plus 2 plus 1. Okay? ഇതാണ് sum of digits of a number. Next is program to reverse a number. ഇപ്പോൾ നമ്മൾ reverse ചെയ്ത് add ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തത്. So അതിനെ we are going to display. So here 234 ആണ് number എങ്കിൽ you have to print 432. Okay, just reverse it. So for that n is a number, reverse number is saved as reverse and remainder is there. Okay, so enter the number n. So I gave here 234 while n not equal to 0. Okay, that is a number should be there. അല്ലെങ്കിൽ നമുക്ക് എഴുതാം while n greater than 0. Okay, so അത് കഴിഞ്ഞിട്ട് remainder is equal to n percentage 10. See, ഈ ഒരു സ്റ്റെപ്പും സെയിം ആണ്. തൊട്ട് മുമ്പ് ചെയ്തു. Only this step is different. Okay, so നമ്മൾ ഇതിൽ നിന്നും യൂണിറ്റ്സിൽ കിടക്കുന്ന നമ്പറിനെ മാറ്റി ആ നമ്പറിനെ മാറ്റിയ ശേഷം നമുക്കിനിയും 234 എന്നുള്ളത് 432 എന്നാവണം. റൈറ്റ്? സോ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോർമുല എഴുതുന്നത്. സോ ഇവിടെ റിവേഴ്സ് ഇൻറ്റു 10. സോ ഫോർ സ്റ്റാർട്ടിംഗ് റിവേഴ്സ് ഇസ് 0. സോ ഇറ്റ് വിൽ ബി 0 പ്ലസ് റിമൈൻഡർ അറിയാം. Remainder is 4. So you got 4. Right? Then n is equal to n by 10. So you have separated 4 out. 4 in എനിക്ക് വേണ്ട. So 23. 23 again അത് മുകളിൽ പോയിട്ട് not equal to 0 ആണ് അല്ലെങ്കിൽ greater than 0 ആണ്. Then ഇവിടെ നമ്മൾ വന്നിട്ട് 23 നെ percentage 10 ചെയ്തപ്പോൾ you got 3. Right? So തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആയിരുന്നു. So 4 into 10 plus 3. 3 is the new remainder, right? 4 into 10 plus 3. So what is that? 43. Okay. So വീണ്ടും താഴെ വന്നു n by 10. That means 23 was your n by 10. 2 you got. Again you have gone up and checked the condition. So 2 percentage 10 you got 2. Now reverse into 10 plus 2. So what was our reverse? 43. So 43 into 10 plus 2. Value in the 43 into 10 is 430 plus 2. 432. Okay. So n നമുക്ക് ഇപ്പോൾ 2 ആയിരുന്നു. 2 by 10. So 0 അല്ലേ? So here condition തെറ്റുന്നു. So reversal എന്തായിരുന്നു ഉണ്ടായിരുന്നത്? That will be printed. That's it. Okay. So നമ്മൾ 234 എന്നുള്ളത് 432 എന്നാണ്. So this is the main step for this method. So this is a way to reverse a number. So program to check whether the entered string is palindrome or not. So first you have to know what is palindrome. So Malayalam, if you are writing, if you read like this, MALAYALAM, that is Malayalam. And if you
read in the reverse order, that is also Malayalam. Amma, A-M-M-A. If you read in this manner, that is Amma. If you read backwards, that is also the same word, Amma. Okay, so they are the palindrome. So here, string I and length. For loop variable is count is I and length of the string. ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ഫുൾ നീളം എത്ര ലെറ്റേഴ്സ് ഉണ്ട് അതാണ് ലെങ്ത്. സോ നമ്മളിവിടെ ലെങ്ത് strlen യൂസ് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതാണ് ഹെഡ് ഓഫ് സ്ട്രിങ് ഡോട്ട് ഹെഡ് സ്ട്രിങ് ഡോട്ട് എച്ച് എന്നുള്ള ആ ഒരു ഹെഡ് ഓഫ് ഫയലിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സ്ട്രിങ് എന്നുള്ള ഹെഡ് ഓഫ് ഫയലിനെ. ആൻഡ് ദെൻ യു ഗോട്ട് ദ സ്ട്രിങ്. ഓക്കെ, സോ I is equal to 0, I less than n length and I plus plus. സോ ഈ ഒരു സ്റ്റെപ്പാണ് നമ്മളുടെ ഇക്വാളിറ്റി നോക്കുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ക്യാരക്ടറും ലാസ്റ്റ് ക്യാരക്ടറും സെയിം ആണോ എന്ന് നോക്കുകയാണ്. സോ ഇപ്പോൾ റിട്ടേൺ ആണ് നിങ്ങളുടെ എക്സാമ്പിൾ ഒരു വേർഡ് എങ്കിൽ 6 എന്നുള്ള ആദ്യത്തെ ക്യാരക്ടറും n എന്നുള്ള ലാസ്റ്റ് ക്യാരക്ടറും സെയിം ആണോ എന്ന് നോക്കും. സെയിം ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? സെക്കൻഡ് ക്യാരക്ടറും എവിടെ സെക്കൻഡ് ബാക്കിൽ നിന്ന് സെക്കൻഡ് ക്യാരക്ടർ അതും നമ്മൾ നോക്കും. അതും സെയിം ആണെങ്കിൽ നെക്സ്റ്റ് ക്യാരക്ടേഴ്സ് നോക്കും. ഓക്കെ, സോ ദിസ് ഇസ് ദ പ്രൊസീജിയർ. സോ എവിടെയെങ്കിലും ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ അത് പാലൻഡ്രോം അല്ല. സോ ഹിയർ ഇഫ് string of I not equal to string of length minus I minus 1. So first character and the last character. If they are not equal, that means flag ഇവിടെ നമ്മൾ 1 ആക്കി സെറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം പുറത്തു വരും. So and it will print not a palindrome because here not equal to എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ആൻഡ് if both are same ആണെന്നുണ്ടെങ്കിൽ വീണ്ടും it will go through all the characters and it will print this is a palindrome. Okay, ഇത്രയേ ഉള്ളൂ. So ഇതാണ് check whether the entered string is palindrome or not. This is matrix addition. So here M, N, P, Q, I and J. മൂന്ന് matrix, A, B input matrix and C is the output matrix. M and N are the rows and columns of the first matrix. P and Q are the rows and columns of the second matrix. So നമുക്കറിയാം നമ്മൾ രണ്ട് matrixനെ ആഡ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ matrixന്റെ റോയും രണ്ടാമത്തെ matrixന്റെ റോയും സെയിം ആയിരിക്കണം. ആൻഡ് ആദ്യത്തെ matrixന്റെ കോളം സെക്കൻഡ് matrixന്റെ കോളം സെയിം ആയിരിക്കണം. So if they are not equal, see here this is given not equal ആണെങ്കിൽ it cannot be added and then it will come out. Okay, എന്നിട്ട് പുറത്തു വരും. And if all are okay, row and columns are same ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? You have to add. Addition of matrix എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ just you are simply adding, straight forward ആയിട്ട് ആഡ് ചെയ്യാം. സോ നമുക്കറിയാം മാട്രിക്സിന്റെ കേസിൽ ഓരോ മാട്രിക്സ് വാങ്ങുമ്പോഴും എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും പ്രിന്റ് ചെയ്യുമ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം, റൈറ്റ്? സോ ഫോർ I is equal to 0, I less than m, I plus plus, j is equal to 0, j less than n, j plus plus, get the first matrix. അതുപോലെ enter the second matrix, I is equal to 0, I less than p, j is equal to 0, j less than q, get the second matrix. So നമുക്ക് രണ്ട് matrixും കിട്ടി. Again I is equal to 0, I less than m, j is equal to 0, j less than n. m or p o നമുക്ക് യൂസ് ചെയ്യാം, n or q നമുക്ക് യൂസ് ചെയ്യാം, all are same. Okay, so ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. c of ij is equal to a of ij plus b of ij. കഴിഞ്ഞു, addition is over. Then what's the next procedure? You have to print cij. So again for loop and then display cij. That's it. So ഇവിടെ നമ്മൾ ഒരു particular ഫോമാറ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ cout cij and then space next ലൈനിൽ cout \n എന്നുള്ള ഫോമാറ്റിൽ എഴുതിയിരിക്കുന്നത്. So if possible നിങ്ങൾ cout c of ij ഇവിടെ വരെ എഴുതിയാലും മതി, because you are not displaying. So if you are displaying, you have to make it more
Beautiful, right? So നമ്മൾ ഡിസ്പ്ലേ ചെയ്യണമെങ്കിലാണ് കുറച്ചും കൂടെ മാട്രിക്സ് പോലെ തന്നെ ഇരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ just writing, you are not doing practicals. So C out CIJ എഴുതിയാലും അവിടെ വെച്ച് you can stop and then come to return 0 and close the curly bracket. So this is matrix addition. Next is matrix transpose. Row column ആവുന്നു, column row ആവുന്നു, അതല്ലേ transpose. So name of the matrix is MAT and IJ are the for loop variables, right? So nammal first you are getting the values and then you are printing it, input matrix. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റെപ്പാണ് റിവേഴ്സ് ചെയ്യുന്നത്. mat ji is equal to mat ij. നമ്മൾ തിരിച്ചെഴുതുന്നു. റോ കോളം ആവും, കോളം റോ ആവും, ദാറ്റ്സ് ഓൾ. അത് കഴിഞ്ഞിട്ട് mat ij നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതാണ് മാട്രിക്സ് ട്രാൻസ്പോസ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. സോ അത് നമ്മൾ മാട്രിക്സിനെ ഡിക്ലെയർ ചെയ്ത ശേഷം മാട്രിക്സിനെ നമ്മൾ വാങ്ങിച്ച ശേഷം ആ മാട്രിക്സിനെ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, യു ആർ ജസ്റ്റ് പ്രിന്റിങ്. സോ ഇത് അത്ര ഓപ്ഷണൽ ആണ്. ഈ ഒരു മാട്രിക്സ് പ്രിന്റ് ചെയ്തില്ലെങ്കിലും നോ പ്രോബ്ലം. സോ ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഡിസ്പ്ലേ ഇറ്റ്, ജസ്റ്റ് അവോയ്ഡ് ഇറ്റ്. ദെൻ ദിസ് ദ മെയിൻ തിങ്. ഇതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. ദിസ് എ ട്രാൻസ്പോസ്. ഓക്കെ, ട്രാൻസ്പോസ് ചെയ്യുന്നു, ട്രാൻസ്പോസ് ചെയ്തത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. So this is matrix transpose, right? Next is sorting an array in ascending order. Sort ascending and descending order. So here ascending order. Okay. So ഇവിടെ നമ്മൾ single dimensional array ആണ്, and then size I, j and temp, because you are exchanging and then arranging. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ swapping ഒക്കെ യൂസ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ temporary variable എടുത്തു. And the size of the array, എത്ര values ഉണ്ട്, എത്ര elements ഉണ്ട് full ആയിട്ട്. Okay, അതാണ് size. Then based on the size, set the condition C in ARR of I. So get the set of numbers. Okay, so numbers are the ഓരോ numbers ആയിട്ട് you can give with this step. And then I is equal to 0, I less than size, j is equal to I plus 1. നമ്മൾ ആദ്യത്തെ വാല്യൂവും രണ്ടാമത്തെ വാല്യൂവും കൂടാണ് കമ്പയർ ചെയ്യുന്നത്, റൈറ്റ്? സോ ഫസ്റ്റ് വാല്യൂവും സെക്കൻഡ് വാല്യൂവും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് വലുതാണോ ചെറുതാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അതിനെ റെഡിയാക്കി എടുക്കുന്നത്, അല്ലേ? സോ ഇവിടെ അതാണ് ഇവിടെ 0, I is equal to 0 and j is equal to I plus 1. That means ഇത് 0 ആവുമ്പോൾ jയുടെ വാല്യൂ 1 അല്ലേ? സോ ആദ്യത്തെ വാല്യൂവും സെക്കൻഡ് വാല്യൂവും കൂടെ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എങ്ങനെ? if ARR of j less than ARR of I. less than ascending order ആവുമ്പം ഇവിടെ less than ഇടണം. ഇതിനെ ഈ ഒരു സൈനിനെ മാത്രം മാറ്റി കഴിഞ്ഞാൽ this will become, this can be modified as descending also. ARR of j greater than ARR of I എഴുതി കഴിഞ്ഞാൽ that is sort in descending order. Okay, so ഈ ഒരു സ്റ്റെപ്പ് മാത്രം നമ്മൾ മാറ്റിയാൽ മതി. ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. സോ ഇതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. temp is equal to ARR of I, ARR of j is equal to ARR of I, temp is equal to ARR of I. Okay, and then print it, display it, see out ARR of I. That's all. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. പക്ഷെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ആ ഒരു സിമ്പിൾ മാത്രം മാറ്റി കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ആയി, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ആകുമ്പോഴത്തേക്കും അസെൻഡിങ് ഡിസെൻഡിങ് ആവും. ഓക്കെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഫുൾ പ്രോഗ്രാം നമ്മളുടെ സെയിം ആയിരിക്കും, ഫോർ ബോത്ത് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ്. നെക്സ്റ്റ് ഇസ് ലീനിയർ സെർച്ച്. ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഹാവിങ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ് and you will be having an element to search for. ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങളുടെ കയ്യിൽ കാണും. You are searching whether this value is in the list or not. ആ arrayയിൽ ആ ഒരു വാല്യൂ ഉണ്ടോ എന്ന് നോക്കാൻ പോവാം. ഓക്കെ, സോ ഉണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷൻ എന്താണോ ആ ലൊക്കേഷൻ ഡിസ്പ്ലേ ചെയ്യാം. അത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. സോ ഇവിടെ size of the array, total എത്ര values ഉണ്ട്, and then നമ്മൾ condition check ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
I is equal to 0, I less than n, ARR of I. First, നമ്മൾ ആ ഒരു full set of values നെ നമ്മൾ വാങ്ങുന്നു. And then enter the number to be searched. ഏത് നമ്പർ ആണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതാണ് സെർച്ച് ചെയ്യുക. യു ആർ ഗോയിങ് ടു സെർച്ച് സം നമ്പർ, റൈറ്റ്? സോ ആ നമ്പർ നമ്മൾ വാങ്ങുന്നു. Okay, so you got the full elements and you got the number. Here, if ARR of I is equal to num, that means if a particular value of I, ARR of I will be ranging from 0 to n minus 1, I less than n ആണ് അല്ലേ? So അവിടെ വരെ ഓരോ നമ്പർ നോക്കാണ് നമ്മൾ. You are comparing whether you are getting the number or not, whether it is there in the array or not, അല്ലേ? So ARR of I is equal to number. If both are same ആണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? C is equal to 1. അത് നമ്മൾ ജസ്റ്റ് അത് മനസ്സിലാവും. C is equal to 1 and position is equal to I plus 1. നമ്മൾ ലൊക്കേഷൻ പ്രിന്റ് ചെയ്യണം. I ഇവിടെ 0-ലാണ് തുടങ്ങുന്നത്, അതുകൊണ്ടാണ് നമ്മളിവിടെ I plus 1 എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതായിരിക്കും. ഇപ്പൊ 0th പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ 0 ആണെങ്കിൽ ആക്ച്വൽ പൊസിഷൻ is 1, റൈറ്റ്? ഇവിടെ നമുക്ക് 1 ആണെങ്കിലും ആക്ച്വൽ പൊസിഷൻ എന്താ? 2 ആണ്. അതാണ് ഇവിടെ ഐയുടെ ഒപ്പം 1 കൂടെ കൂട്ടുമ്പോഴാണ് ആക്ച്വൽ പൊസിഷൻ വരുന്നത്. ഇവിടെ നമ്മൾ 0-ലാണ് തുടങ്ങിയിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് 0 എന്ന് പറഞ്ഞേ വരത്തുള്ളൂ. സോ നമുക്ക് അവിടെ 1 ആണ് ഒറിജിനൽ പൊസിഷൻ. മാത്തമാറ്റിക്കലി നോക്കുമ്പോൾ 1 is the first number, അല്ലേ? സോ അതാണ് നമ്മൾ എല്ലായ്പ്പോഴും ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞെടുക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഓരോ ഇങ്ങോട്ട് മാറുന്നതിന്റെ അനുസരിച്ച് +1 വരും. അതുകൊണ്ടാണ് ഇവിടെ പൊസിഷൻ is equal to I plus 1 and then break. If C is equal to 0 ആണെങ്കിൽ നമ്പർ നോട്ട് ഫൗണ്ട്. See, നമ്മളിവിടെ നമ്പർ ഫൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ C will be 1. That means else portion found at position POS. POS നമുക്ക് ഇവിടെ കിട്ടും, അല്ലെ? POS നമ്മളുടെ ഡിസ്പ്ലേ ചെയ്യും. നമ്പർ ഫൗണ്ട് at the position, a particular position. That's it. Okay, ഇതാണ് നമ്മളുടെ ലീനിയർ സെർച്ച്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് റിക്കർഷൻ. ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ആണ്. അങ്ങനെ തന്നെ വേണമെങ്കിൽ ചോദിക്കാം. ഹൗ ടു ഫൈൻഡ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് റിക്കർഷൻ, അല്ലെങ്കിൽ റിക്കർഷനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് പെർട്ടിക്കുലർ വിത്ത് ഹെൽപ്പ് ഓഫ് ദ എക്സാമ്പിൾ. ഓക്കെ, ഫാക്ടോറിയൽ എന്താണെന്ന് അറിയാം. സോ ഫാക്ടോറിയൽ ഓഫ് n ഇസ് ഈക്വൽ ടു 1 into 2 into 3 into n. അതാണ് നമ്മൾ ഫാക്ടോറിയൽ ഓഫ് n. അത് നമുക്കറിയാം, നമ്മൾ നോർമൽ പ്രോഗ്രാം അതിൻ്റെ കണ്ടതാണ്. സോ നമ്മൾ യൂസിങ് നെയിം സ്പേസ് കഴിഞ്ഞ ശേഷം ഇവിടെ ഫംഗ്ഷനെ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇൻറ്റ് ആയിട്ട്. അതിനുശേഷം ഞാനിവിടെ മെയിൻ്റെ ഉള്ളിൽ n എന്ന് പറയുന്ന ഒരു വേരിയബിളും റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളും ഡിക്ലെയർ ചെയ്തു. n is the number whose factorial is you have to find. Okay, so that is n വാങ്ങിച്ചു. and c റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഇവിടെ ചെയ്യുന്നതിന് പകരം you have done this with the help of a function. So നമ്മൾ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ n എന്ന് പറയുന്ന പാരാമീറ്റർ വെച്ചിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ റിസൾട്ടിനകത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് റിസൾട്ടിനെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വെൻ ദ കമ്പൈലർ ഗോസ് ത്രൂ ദിസ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് വിൽ കം ഹിയർ. ഇവിടെ വരും, അല്ലെ? സോ ഇൻറ്റ് ഫാക്ടോറിയൽ ഓഫ് ഇൻറ്റ് n പറഞ്ഞിട്ടുണ്ട്. n is the number whose factorial you have to find. So if n is greater than 1, n 1-നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഫാക്ടോറിയൽ കാണാൻ പറ്റത്തുള്ളൂ. So if it is greater than 1, return, that is you have to get the result n into factorial of n minus 1. അങ്ങനല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. n factorial is equal to n into n minus 1 factorial. സോ അതന്നെയാണ് കണ്ടോ, ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫാക്ടോറിയലിനെ വീണ്ടും വിളിച്ചിരിക്കുകയാണ്. ഓക്കെ, else, that is if other than some other value you have given. ഇപ്പോൾ 1-നെക്കാട്ടിലും കുറവുള്ള ഏതെങ്കിലും വാല്യൂ ആണെങ്കിൽ റിട്ടേൺ 1, അല്ലെങ്കിൽ 1 ആണെങ്കിൽ റിട്ടേൺ 1. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നോൺ നെഗറ്റീവ് നമ്പർ നമ്മൾ 4 കൊടുത്തു and 4 factorial is 24. സോ ഇതാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ റിസൾട്ട് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് again and again you have called factorial of n. Okay, so n factorial is n into factorial of n minus 1. See, factorial of n is equal to n into factorial of n minus 1.
കണ്ടോ, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലും ഫാക്ടോറിയൽ ഉണ്ട്, റൈറ്റ് സൈഡിലും ഫാക്ടോറിയൽ ഉണ്ട്. സോ ഇതാണ് റിക്കേർഷൻ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ റിക്കേർഷൻ വെച്ചിട്ട് തന്നെ ഞാൻ ഫിബൊനാച്ചി സീരീസ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഫിബൊനാച്ചി സീരീസ് ഇസ് ദിസ് എ ഫിബൊനാച്ചി സീരീസ് അല്ലേ, 0 1 ഫസ്റ്റ് രണ്ട് നമ്പർ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദ തേർഡ് നമ്പർ. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് നമ്പർ, ആൻഡ് ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് നമ്പർ. സോ ഇങ്ങനെ നമ്മൾ മാറി മാറി കൊടുക്കുകയാണ്. എല്ലായ്പ്പോഴും ഫസ്റ്റ് രണ്ട് നമ്പർ 0യും 1ഉം ആയിരിക്കും. സോ അതാണ് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. കണ്ടോ, if x is equal to 1 or x is equal to 0 ആണെങ്കിൽ പ്രിന്റ് ചെയ്യാം. ഓക്കെ, പ്രിന്റ് ചെയ്ത ശേഷം ഇനി അല്ലാതെ എന്തെങ്കിലും ആണെങ്കിൽ റിട്ടേൺ ഫിബൊനാച്ചി ഓഫ് എക്സ് മൈനസ് 1 പ്ലസ് ഫിബൊനാച്ചി ഓഫ് എക്സ് മൈനസ് 2. നമ്മളിവിടെ വാല്യൂസ് അങ്ങനെയാണ്. സോ ആദ്യമേ നമ്മൾ ഈ നമ്പറും ഫസ്റ്റ് 0യും 1ഉം കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് തേർഡ് നമ്പർ കിട്ടുന്നത് അല്ലേ. സോ യു ആർ ഗോയിങ് ഓൺ ഇന്റർചേഞ്ചിങ് ആൻഡ് യു ആർ ഡൂയിങ് ദാറ്റ്. ഓക്കെ, സോ അതാണ് റിട്ടേൺ ഫിബൊനാച്ചി ഓഫ് എക്സ് മൈനസ് 1 പ്ലസ് ഫിബൊനാച്ചി ഓഫ് എക്സ് മൈനസ് 2. സോ അത് നമ്മൾ റിട്ടേൺ ചെയ്യാം. മെയിൻ സെക്ഷനിൽ എക്സ് ഇൻറ്റിജർ ആയിട്ട് എക്സും ഐ ഇസ് ഈക്വൽ ടു 0 ഐട്രേഷൻ നമ്മളിവിടെ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്. സോ നമ്മൾ കൗണ്ട് ഉണ്ട്, അതാണ് ഐ. ആൻഡ് ദ നമ്പർ ഓഫ് ടേംസ്, എത്ര ടേംസ് വേണം എന്ന് നമ്മൾ പറഞ്ഞു, അതാണ് ഒരു 10 കൊടുത്തിരിക്കുന്നത്. സി ഇൻ എക്സ്, അതാണ് നമ്പർ ഓഫ് ടേംസ്. ആൻഡ് വൈൽ ഐ ലെസ് ദാൻ എക്സ്, നമ്മൾ കൗണ്ട് എക്സിനെക്കാട്ടിലും കുറവാവണ്ടേ, അതുവരെ യു ആർ ഗോയിങ് ഓൺ ഡൂയിങ് fib of 1 and each and every time I is incrementing. Okay, so this is how Fibonacci series can be done using recursion. Okay, so Fibonacci series എന്ന് പറയുന്നത് 0 1 1 2 3. so each and every time നമ്മൾ ഈ വാല്യൂസ് ആഡ് ചെയ്യാനുള്ള വാല്യൂസ് മാറി മാറി പോകുന്നു. സോ അത് രണ്ടും നമ്മൾ ഫംഗ്ഷൻ കണ്ടോ, ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. So function is calling itself and continuing, that is recursion. Okay, in today's session we have gone through some programs which are commonly being asked for examination. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതാണ് കൂടുതലും ചോദിക്കാറ്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്തിട്ടില്ല, അത് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. സോ ഗോ ത്രൂ ദാറ്റ് ഓൾസോ. ഓക്കെ, സോ ഇത് ഇത്രയും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആ ഒരു മെത്തേഡ് ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നോ നീഡ് ടു ബൈ ഹാർട്ട് ഇറ്റ്, നമ്മളതങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, so study well. Thank you.